അധ്യായം 14. സാംസന്റെ വിവാഹം. സാംസൺ തിമ്നായിലേക്ക് പോയി. അവിടെ വെച്ച് ഒരു ഫിലിസ്തീ യുവതിയെ കണ്ടു. അവൻ തിരിച്ചു വന്ന മാതാപിതാക്കന്മാരോട് പറഞ്ഞു, തിമ്നായിൽ ഞാനൊരു ഫിലിസ്തീ യുവതിയെ കണ്ടുമുട്ടി. അവളെ എനിക്ക് വിവാഹം ചെയ്തു തരണം. അവർ പറഞ്ഞു, നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ അപരിച്ഛേദിതയായ ഫിലിസ്ത്യരുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത്? എന്നാൽ സാംസൺ പറഞ്ഞു, അവളെ എനിക്ക് തരിക, അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കർത്താവിൻ്റെ ഹിതമാണെന്ന് മാതാപിതാക്കന്മാർ മനസ്സിലാക്കിയില്ല. അവിടുന്ന് ഫിലിസ്ത്യർക്കെതിരായി ഒരവസരം പാർത്തിരിക്കുകയായിരുന്നു. അക്കാലത്ത് ഫിലിസ്ത്യർ ഇസ്രായേലിൻ്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നു. സാംസൺ മാതാപിതാക്കന്മാരോട് കൂടെ തിമ്നായിലേക്ക് പോയി. അവിടെ ഒരു മുന്തിരിത്തോപ്പിലെത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവൻ്റെ നേരെ അലറി വന്നു. കർത്താവിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു. ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞു. എന്നാൽ മാതാപിതാക്കന്മാരെ അക്കാര്യം അറിയിച്ചില്ല. സാംസൺ ആ സ്ത്രീയോട് സംസാരിച്ചു. അവന് അവളെ വളരെ ഇഷ്ടപ്പെട്ടു. കുറച്ചുനാൾ കഴിഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ അവൻ വന്നു. വഴിമധ്യേ ആ സിംഹത്തിൻ്റെ ഉടൽ കാണാൻ അവൻ തിരഞ്ഞു. അത് ആ സിംഹത്തിൻ്റെ ശരീരത്തിൽ ഒരു തേൻകൂട്. അവനത് അടർത്തിയെടുത്ത് ഭക്ഷിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ അടുത്തെത്തി. അവർക്കും കൊടുത്തു. അവരും ഭക്ഷിച്ചു. എന്നാൽ ചത്ത സിംഹത്തിൻ്റെ ഉടലിൽ നിന്നാണ് തേൻ എടുത്തതെന്ന് അവൻ അവരോട് പറഞ്ഞില്ല. അവൻ്റെ പിതാവ് യുവതിയുടെ വീട്ടിലേക്ക് പോയി. സാംസൺ അവിടെ ഒരു വിരുന്ന് നടത്തി. യുവാക്കന്മാർ അങ്ങനെ ചെയ്യുക പതിവായിരുന്നു. അവനെ കണ്ടപ്പോൾ അവിടുത്തുകാർ 30 പേരെ അവന് തോഴരായി കൊടുത്തു. സാംസൺ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഒരു കടങ്കഥ പറയാം. വിരുന്നിൻ്റെ 7 ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും തരാം. ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ നിങ്ങൾ 30 ചണവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും എനിക്ക് തരണം. അവർ പറഞ്ഞു, നിന്റെ കടങ്കഥ കേൾക്കട്ടെ. അവൻ പറഞ്ഞു, ഭോക്താവിൽ നിന്ന് ഭോജനവും മന്നലിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു. 3 ദിവസമായിട്ടും കടങ്കഥയുടെ പൊരുൾ അവർക്ക് പിടികിട്ടിയില്ല. 4-ാം ദിവസം അവർ സാംസന്റെ ഭാര്യയോട് പറഞ്ഞു, നിന്റെ ഭർത്താവിനെ വശീകരിച്ച് കടങ്കഥയുടെ പൊരുളറിഞ്ഞ് ഞങ്ങളോട് പറയുക, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ കുടുംബത്തോടെ ചുട്ടരിക്കും. ദരിദ്രരാക്കാനാണോ നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത്? സാംസന്റെ ഭാര്യ അവൻ്റെ മുൻപിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിനക്കെന്നോട് വെറുപ്പാണ്, എന്നെ സ്നേഹിക്കുന്നില്ല. എൻ്റെ ആളുകളോട് നീ ഒരു കടങ്കഥ പറഞ്ഞിരിക്കുന്നു, എന്നാൽ അതെന്തെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അവൻ പറഞ്ഞു, എൻ്റെ മാതാപിതാക്കന്മാരോട് പോലും ഞാനത് പറഞ്ഞിട്ടില്ല, പിന്നെ അത് നിന്നോട് പറയുമോ? വിരുന്ന് അവസാനിക്കുന്ന 7-ാം ദിവസം വരെ അവൾ കേണു ചോദിച്ചു. അവളുടെ നിർബന്ധം മൂലം അവൻ അവൾക്കത് വെളിപ്പെടുത്തി. അവൾ അത് തൻ്റെ ആളുകളോട് പറഞ്ഞു. 7-ാം ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് പട്ടണവാസികൾ വന്ന് അവനോട് പറഞ്ഞു, തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത്? സിംഹത്തേക്കാൾ കരുത്തുള്ളത് ആര്? അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ പശുക്കിടാവിനെ കൊണ്ട് ഉഴുതില്ലായിരുന്നെങ്കിൽ കടങ്കഥയുടെ സാരം നിങ്ങൾ മനസ്സിലാക്കുകയില്ലായിരുന്നു. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയോടെ വന്നു. അഷ്കലോണിൽ ചെന്ന് പട്ടണത്തിലെ 30 പേരെ കൊന്ന് കൊള്ളയടിച്ച് കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തു. കോപാക്രാന്തനായി അവൻ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയി. സാംസന്റെ ഭാര്യ അവൻ്റെ മണവാളത്തോഴൻ്റെ ഭാര്യയായി. അധ്യായം 15. ഫിലിസ്ത്യരെ തോൽപ്പിക്കുന്നു. കുറേ നാൾ കഴിഞ്ഞ് സാംസൺ ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് ഒരാട്ടിൻകുട്ടിയുമായ ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നു. അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയുടെ ശയനമുറിയിൽ പ്രവേശിക്കട്ടെ. പക്ഷേ പിതാവ് അത് അനുവദിച്ചില്ല. അവളുടെ പിതാവ് പറഞ്ഞു, നീ അവളെ അതിയായി വെറുക്കുന്നുവെന്ന് വിചാരിച്ച് ഞാൻ അവളെ നിന്റെ കൂട്ടുകാരന് കൊടുത്തു. അവളുടെ ഇളയ സഹോദരി അവളേക്കാൾ സുന്ദരിയല്ലേ, അവളെ സ്വീകരിച്ചാലും. സാംസൺ പറഞ്ഞു, ഈ പ്രാവശ്യവും ഫിലിസ്ത്യരോട് ഞാൻ എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അതെൻ്റെ കുറ്റമായിരിക്കുകയില്ല. സാംസൺ പോയി 300 കുറുനരികളെ പിടിച്ചു. കുറേ പന്തങ്ങളും ഉണ്ടാക്കി. ഈ 2 എണ്ണത്തെ വാലോട് വാൽ ചേർത്ത് ബന്ധിച്ച് അവയ്ക്കിടയിൽ പന്തവും വച്ച് കെട്ടി. അനന്തരം അവൻ പന്തങ്ങൾക്ക് തീ കൊളുത്തി അവയെ ഫിലിസ്ത്യരുടെ ധാന്യവിളയിലേക്ക് വിട്ടു. വയലിൽ നിൽക്കുന്ന ധാന്യവിളയും കൊയ്ത കറ്റിയും ഒലിവ് തോട്ടങ്ങളും കത്തിച്ചാമ്പലായി. ഫിലിസ്ത്യർ ചോദിച്ചു, ആരാണ് ചെയ്തത്? അവർ പറഞ്ഞു, ആ തിമ്നാക്കാരൻ്റെ മരുമകനായ സാംസൺ അവൻ്റെ ഭാര്യയെ അമ്മായിയപ്പൻ അവൻ്റെ കൂട്ടുകാരന് കൊടുത്തതുകൊണ്ട് ചെയ്തതാണിത്. ഫിലിസ്ത്യർ ചെന്ന് അവളെയും അവളുടെ പിതാവിനെയും അഗ്നിക്കിരയാക്കി. സാംസൺ അവരോട് പറഞ്ഞു, ഇങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും. അവൻ അവരെ ക്രൂരമായി പ്രഹരിച്ചു കൊന്നുകളഞ്ഞു. അതിനുശേഷം അവൻ ഏതാം പാറക്കെട്ടിൽ പോയി താമസിച്ചു. അപ്പോൾ ഫിലിസ്ത്യർ യൂദായിൽ ചെന്ന് പാളയമടിച്ച് ലേഹി പട്ടണം ആക്രമിച്ചു. യൂദായിലെ ജനം ചോദിച്ചു, നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നത് എന്തുകൊണ്ട്? അവർ പറഞ്ഞു, സാംസൺ ഞങ്ങളോട് ചെയ്തതിന് പകരം വീട്ടാൻ അവനെ ബന്ധനസ്ഥനാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ യൂദായിലെ 3000 ആളുകൾ ഏതാം പാറയിടുക്കിൽ ചെന്ന് സാംസണോട് ചോദിച്ചു, ഫിലിസ്ത്യരാണ് ഞങ്ങളുടെ ഭരണാധികാരികൾ എന്ന് നിനക്കറിഞ്ഞുകൂടെ? പിന്നെ നീ ഇപ്പോൾ ഞങ്ങളോട് ചെയ്തതെന്ത്?
അവൻ പറഞ്ഞു, അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും ചെയ്തു. അവർ പ്രതിവചിച്ചു, നിന്നെ ബന്ധിച്ച് ഫിലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ. സാംസൺ പറഞ്ഞു, നിങ്ങൾ എൻ്റെ മേൽ ചാടി വീഴുകയില്ലെന്ന് സത്യം ചെയ്യുക. അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ നിന്നെ ബന്ധിച്ച് ഫിലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കുകയുള്ളൂ, കൊല്ലുകയില്ല. അവർ പുതിയ 2 കയറുകൊണ്ട് അവനെ ബന്ധിച്ച് പാറയ്ക്ക് വെളിയിൽ കൊണ്ടുവന്നു. അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫിലിസ്ത്യർ ആർപ്പുവിളികളോടെ അവനെ കാണാനെത്തി. കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു. അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെ ആയിത്തീർന്നു. കെട്ടുകൾ അറ്റുവീണു. ആയിടെ ചത്ത ഒരു കഴുതയുടെ താടിയെല്ല് കിടക്കുന്നത് അവൻ കണ്ടു. അതെടുത്ത് അവൻ 1000 പേരെ അതുകൊണ്ട് കൊന്നു. എന്നിട്ടവൻ ഉദ്ഘോഷിച്ചു, കഴുതയുടെ താടിയെല്ലുകൊണ്ട് ഞാൻ അവരെ കൂന കൂട്ടി. കഴുതയുടെ താടിയെല്ലുകൊണ്ട് 1000 പേരെ ഞാൻ കൊന്നു. ഇത് പറഞ്ഞിട്ട് അവൻ എല്ല് എറിഞ്ഞു കളഞ്ഞു. ആ സ്ഥലത്തിന് റാമാത്ത് ലേഹി എന്ന് പേര് ലഭിച്ചു. അവന് വലിയ ദാഹമുണ്ടായി. അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുത്തെ ദാസന്റെ കരങ്ങളാൽ ഈ വലിയ വിജയം അവിടുന്ന് നേടിത്തന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അപരിച്ഛേദിതരുടെ കൈകളിൽ വീഴണമോ? ദൈവം ലേഹിയിൽ ഉള്ള പൊള്ളയായ ഒരു സ്ഥലം തുറന്നു. അതിൽ നിന്ന് ജലം പുറപ്പെട്ടു. അവൻ വെള്ളം കുടിച്ച് ഊർജ്ജസ്വലനായി. അതുകൊണ്ട് അതിന് എൻഹക്കോർ എന്ന പേര് കിട്ടി. അത് ഇന്നും അവിടെയുണ്ട്. ഫിലിസ്ത്യരുടെ കാലത്ത് 20 വർഷം സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു. 16 സാംസൺ ഗാസായിലേക്ക് പോയി. അവിടെ ഒരു സൈരണിയെ കണ്ടുമുട്ടി. അവളോടുകൂടി ശയിച്ചു. സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്ന് ഗാസ നിവാസികൾ അറിഞ്ഞു. അവർ അവിടം വളഞ്ഞു. രാത്രി മുഴുവൻ പട്ടണവാതിൽക്കൽ പതിയിരുന്നു. പ്രഭാതം വരെ കാത്തിരിക്കാം, രാവിലെ അവനെ നമുക്ക് കൊല്ലാമെന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ നിശ്ചലരായിരുന്നു. എന്നാൽ സാംസൺ പാതിരാവിലെ കിടന്നു. പിന്നെ എഴുന്നേറ്റ് പട്ടണ പടിപ്പുരയുടെ വാതിൽ കട്ടിലക്കാരോടുകൂടെ പറിച്ചെടുത്ത് തോളിൽ വെച്ച് ഹെബ്രോന്റെ മുമ്പിലുള്ള മലമുകളിലേക്ക് പോയി. സാംസണും ദലീലായും. അതിനുശേഷം സോറേക്ക് താഴ്വരയിൽ ദലീല എന്ന സ്ത്രീ അവൻ സ്നേഹിച്ചു. ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, സാംസണെ നീ വശീകരിക്കണം. അവൻ്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും മനസ്സിലാക്കണം. ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് 1100 വെള്ളിനാണയം തരാം. ദലീല സാംസണോട് പറഞ്ഞു, നിന്റെ വലിയ ശക്തി എവിടെയെല്ലാം സ്ഥിതി ചെയ്യുന്നുവെന്നും നിന്നെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്നും ദയവായി എന്നോട് പറയുക. സാംസൺ മറുപടി പറഞ്ഞു, ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൊണ്ട് ബന്ധിച്ചാൽ എൻ്റെ ശക്തി കുറഞ്ഞ് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും. അപ്പോൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഉണങ്ങാത്ത പുതിയ 7 ഞാൺ കൊണ്ടുവന്നു. ദലീല അവ കൊണ്ട് അവനെ ബന്ധിച്ചു. ഉൾമുറിയിൽ അവൾ ആളുകളെ പതിയിരുത്തിയിരുന്നു. അതിനുശേഷം അവൾ അവനോട് പറഞ്ഞു, സാംസൺ, ഇതാ ഫിലിസ്ത്യർ നിന്നെ വളഞ്ഞിരിക്കുന്നു. എന്നാൽ അഗ്നി ചണനൂലിനെ എന്ന പോലെ അവൻ ഞാണുകൾ പൊട്ടിച്ചു കളഞ്ഞു. അവൻ്റെ ശക്തിയുടെ രഹസ്യം പുറത്തായില്ല. ദലീല സാംസണോട് പറഞ്ഞു, നീ എന്നെ കബളിപ്പിച്ചു, എന്നോട് നുണ പറഞ്ഞു. എങ്ങനെ നിന്നെ ബന്ധിക്കാമെന്ന് എന്നോട് പറയുക. അവൻ പറഞ്ഞു, ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറ് കൊണ്ട് ബന്ധിച്ചാൽ ഞാൻ ദുർബലനായി മറ്റാരെയും പോലെയാകും. അപ്പോൾ ദലീല പുതിയ കയറ് കൊണ്ടുവന്ന് അവനെ കെട്ടി. അവനോട് പറഞ്ഞു, സാംസൺ, ഇതാ ഫിലിസ്ത്യർ വരുന്നു. പതിയിരുന്നവർ അകത്തെ ഒരു മുറിയിലായിരുന്നു. കെട്ടിയിരുന്ന കയർ നൂലുപോലെ അവൻ പൊട്ടിച്ചു കളഞ്ഞു. ദലീല സാംസണോട് പറഞ്ഞു, ഇപ്പോഴും നിന്നെ കബളിപ്പിച്ചിരിക്കുന്നു. എന്നോട് നീ കളവ് പറഞ്ഞു. നിന്നെ എങ്ങനെ ബന്ധിക്കാമെന്ന് പറയുക. അവൻ പറഞ്ഞു, എൻ്റെ 7 തലമുടി ചുരുളുകൾ എടുത്ത് പാവനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്താൽ മറ്റു മനുഷ്യരെ പോലെ ഞാൻ ബലഹീനനാകും. അവൻ ഉറങ്ങുമ്പോൾ ദലീല അവൻ്റെ 7 തലമുടി ചുരുൾ എടുത്ത് പാവനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്തു. അനന്തരം അവനോട് പറഞ്ഞു, സാംസൺ, ഫിലിസ്ത്യർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആണിയും തറിയും പാവും വലിച്ചു പൊളിച്ചു. അവൾ അവനോട് ചോദിച്ചു, നിന്റെ ഹൃദയം എന്നോട് കൂടിയല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കെങ്ങനെ പറയാൻ കഴിയും? ഈ 3 പ്രാവശ്യവും നീ എന്നെ അവഹേളിച്ചിരിക്കുന്നു. നിന്റെ അജയ്യ ശക്തി എവിടെ കുടികൊള്ളുന്നുവെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുമില്ല. അവൾ ഇങ്ങനെ ദിവസം തോറും നിർബന്ധിച്ചു. ആ അലട്ടൽ മരണത്തിന് തുല്യമായി. അവൻ രഹസ്യം തുറന്നു പറഞ്ഞു, ക്ഷൗരക്കത്തി എൻ്റെ തലയിൽ സ്പർശിച്ചിട്ടില്ല. ജനനം മുതലേ ഞാൻ ദൈവത്തിന് നാസീർവ്രതക്കാരനാണ്. മുടി വെട്ടിയാൽ എൻ്റെ ശക്തി നഷ്ടപ്പെട്ട് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും. അവൻ സത്യം തുറന്നു പറഞ്ഞപ്പോൾ ദലീല ഫിലിസ്ത്യരുടെ നേതാക്കളെ വിളിച്ചു പറഞ്ഞു, ഈ പ്രാവശ്യം കൂടി വരിക. അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ പണവുമായി അവളുടെ അടുത്തെത്തി. അവൾ അവനെ മടിയിൽ കിടത്തി ഉറക്കി. ഒരാളെ കൊണ്ട് 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിച്ചു. അതിനുശേഷം അവൾ അവനെ അസഹ്യപ്പെടുത്താൻ തുടങ്ങി. അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി. അവൾ പറഞ്ഞു, സാംസൺ, ഫിലിസ്ത്യർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. അപ്പോൾ അവൻ ഉറക്കമുണർന്നു പറഞ്ഞു,
മറ്റവസരങ്ങളിലെ പോലെ തന്നെ ഞാൻ രക്ഷപ്പെടും. എന്നെ തന്നെ സ്വതന്ത്രനാക്കും. കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. ഫിലിസ്ത്യർ അവനെ പിടിച്ച് കണ്ണ് ചൂഴ്ന്നെടുത്ത് ഗാസായിലേക്ക് കൊണ്ടുപോയി ഓട്ടുചങ്ങല കൊണ്ട് ബന്ധിച്ച് കാരാഗൃഹത്തിലാക്കി മാവ് പൊടിക്കുന്ന ജോലിയിൽ ഏർപ്പെടുത്തി. എന്നാൽ മുണ്ഡനത്തിന് ശേഷവും അവൻ്റെ തലയിൽ മുടി വളർന്നുകൊണ്ടിരുന്നു. സാംസന്റെ മരണം. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ ബലി കഴിച്ച് സന്തോഷിക്കാൻ ഒരുമിച്ചുകൂടി. അവർ പറഞ്ഞു, നമ്മുടെ ദേവൻ ശത്രുവായ സാംസനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവനെ കണ്ടപ്പോൾ ജനങ്ങൾ തങ്ങളുടെ ദേവനെ സ്തുതിച്ചു പറഞ്ഞു, നമ്മുടെ ദേവൻ ശത്രുവിനെ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. അവൻ നമ്മുടെ ദേശം നശിപ്പിച്ചവനാണ്, നമ്മിൽ അനേകരെ കൊന്നവനുമാണ്. സന്തോഷിച്ച് മതിമറന്ന് അവർ പറഞ്ഞു, നമ്മുടെ മുൻപിൽ അഭ്യാസം കാണിക്കുന്നതിന് സാംസനെ വിളിക്കുവിൻ. സാംസനെ അവർ കാരാഗൃഹത്തിൽ നിന്ന് കൊണ്ടുവന്നു. അവൻ അവരുടെ മുൻപിൽ അഭ്യാസം പ്രകടിപ്പിച്ചു. തൂണുകളുടെ ഇടയിൽ അവർ അവനെ നിർത്തി. കൈക്ക് പിടിച്ചിരുന്ന ബാലനോട് സാംസൺ പറഞ്ഞു, ഒന്ന് ചാരി നിൽക്കാൻ കെട്ടിടത്തിൻ്റെ തൂണുകൾ എവിടെയെന്ന് ഞാൻ തപ്പി നോക്കട്ടെ. പുരുഷന്മാരെയും സ്ത്രീകളെയും കൊണ്ട് കെട്ടിടം നിറഞ്ഞിരുന്നു. ഫിലിസ്ത്യ പ്രഭുക്കന്മാരെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു. മേൽത്തട്ടിൽ ഏകദേശം 3000 സ്ത്രീ പുരുഷന്മാർ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ സാംസൺ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, ദൈവമായ കർത്താവേ, എന്നെ ഓർക്കണമേ. ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, എന്നെ ശക്തനാക്കണമേ. ഞാൻ നിന്നോട് ഇപ്രാവശ്യം കൂടി യാചിക്കുന്നു, എൻ്റെ കണ്ണുകളിൽ ഒന്നിന് ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. കെട്ടിടം താങ്ങി നിന്നിരുന്ന 2 നെടുംതൂണുകളെ സാംസൺ പിടിച്ചു. വലതുകൈ ഒന്നിലും ഇടതുകൈ മറ്റതിലും വെച്ച് അവൻ തള്ളി. അവൻ പറഞ്ഞു, ഫിലിസ്ത്യരോടുകൂടെ ഞാനും മരിക്കട്ടെ. സർവശക്തിയും ഉപയോഗിച്ച് അവൻ കുനിഞ്ഞു. കെട്ടിടം അതിലുണ്ടായിരുന്ന പ്രഭുക്കന്മാരുടെയും മറ്റ് ആളുകളുടെയും മേൽ വീണു. മരണസമയത്ത് അവൻ കൊന്നവർ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരേക്കാൾ അധികമായിരുന്നു. സഹോദരന്മാരും കുടുംബക്കാരും വന്ന് അവൻ്റെ ശരീരം കൊണ്ടുപോയി. സോറായ്ക്കും എഷ്താവോലിനും ഇടയ്ക്ക് പിതാവായ മനോവയുടെ ശവകുടീരത്തിൽ സംസ്കരിച്ചു. 20 വർഷമാണ് അവൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്. മിഖയുടെ പൂജാഗ്രഹം. എഫ്രായിം മലനാട്ടിൽ മിഖ എന്നൊരാളുണ്ടായിരുന്നു. അവൻ അമ്മയോട് പറഞ്ഞു, 1100 വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ടതിനെപ്പറ്റി നീ ശാപമുച്ചരിക്കുകയും എന്നോട് രഹസ്യമായി പറയുകയും ചെയ്തിരുന്നല്ലോ. അത് എൻ്റെ കൈവശമുണ്ട്, ഞാനാണത് എടുത്തത്. അവൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ മകനെ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. അവൻ ആ 1100 വെള്ളി നാണയങ്ങൾ അമ്മയ്ക്ക് തിരികെ കൊടുത്തു. അവൾ പറഞ്ഞു, എൻ്റെ മകനു വേണ്ടി ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കാൻ ഈ വെള്ളി ഞാൻ കർത്താവിനെ മാറ്റി വയ്ക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഞാനത് തിരിച്ചു തരുന്നു. അവൻ പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് 200 വെള്ളി നാണയങ്ങൾ എടുത്ത് തട്ടാനെ ഏൽപ്പിച്ചു. അവൻ അതുകൊണ്ട് ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും നിർമ്മിച്ചു. അത് മിഖയുടെ ഭവനത്തിൽ പ്രതിഷ്ഠിച്ചു. മിഖയ്ക്ക് ഒരു പൂജാഗ്രഹമുണ്ടായിരുന്നു. അവൻ ഒരു എഫോദും വിഗ്രഹങ്ങളും ഉണ്ടാക്കി. തൻ്റെ ഒരു പുത്രനെ പുരോഹിതനായി അവരോധിച്ചു. അന്ന് ഇസ്രായേലിൽ രാജവാഴ്ചയില്ലായിരുന്നു. ഓരോരുത്തരും യുക്തമെന്ന് തോന്നുന്നത് പോലെ പ്രവർത്തിച്ചു വന്നു. യൂദയായിലെ ബെത്ലഹേമിൽ യഹൂദ വംശജനായ ഒരു യുവാവുണ്ടായിരുന്നു. അവിടെ വന്ന് പാർത്ത ഒരു ലേവ്യൻ. അവൻ ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് അവിടെ നിന്നും പുറപ്പെട്ടു. യാത്ര ചെയ്ത് അവൻ എഫ്രായിം മലനാട്ടിൽ മിഖയുടെ ഭവനത്തിലെത്തി. മിഖ ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ യൂദയായിലെ ബെത്ലഹേംകാരനായ ഒരു ലേവ്യനാണ്. താമസിക്കാൻ ഒരു സ്ഥലം അന്വേഷിക്കുകയാണ്. മിഖ പറഞ്ഞു, എന്നോടുകൂടെ താമസിക്കുക. നീ എനിക്ക് ഒരു പിതാവും പുരോഹിതനുമായിരിക്കുക. ഞാൻ നിനക്ക് വർഷം തോറും 10 വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം. അവനോടുകൂടെ താമസിക്കാൻ ലേവ്യന് സന്തോഷമായി. ആ യുവാവ് അവന് പുത്രനെ പോലെയായിരുന്നു. മിഖ ലേവ്യനെ പുരോഹിതനായി അവരോധിച്ചു. അങ്ങനെ ആ യുവാവ് മിഖയുടെ ഭവനത്തിൽ പുരോഹിതനായി താമസമാക്കി. അപ്പോൾ മിഖ പറഞ്ഞു, ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു. അധ്യായം 18. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ദാൻ ഗോത്രക്കാർ അധിവസിക്കാൻ അവകാശഭൂമി അന്വേഷിക്കുന്ന കാലമായിരുന്നു അത്. ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങൾക്കിടയിൽ ഒരു സ്ഥലം അന്നുവരെ അവർക്ക് അവകാശമായി ലഭിച്ചിരുന്നില്ല. അവർ സോറായിൽ നിന്നും
എഷ്താവോലിൽ നിന്നും തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുറ്റ 5 പേരെ ദേശം ഉറ്റുനോക്കുന്നതിനയച്ചു. അവർ പറഞ്ഞു, പോയി ദേശം നിരീക്ഷിക്കുവിൻ. അവർ മലനാടായ എഫ്രൈമിൽ മിഖയുടെ വീട്ടിലെത്തി അവിടെ താമസിച്ചു. മിഖയുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ അവർ ആ യുവലേവ്യൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. അവർ അടുത്ത് എന്ന് ചോദിച്ചു, നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ആരാണ്? നീ ഇവിടെ എന്തു ചെയ്യുന്നു? നിന്റെ തൊഴിലെന്താണ്? അവൻ പറഞ്ഞു, മിഖ ഇങ്ങനെ ചെയ്തു. അവൻ എന്നെ ശമ്പളത്തിന് നിർത്തിയിരിക്കുന്നു. ഞാൻ അവൻ്റെ പുരോഹിതനാണ്. അവർ അവനോട് അഭ്യർത്ഥിച്ചു, ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ എന്ന് നീ ദൈവത്തോട് ആരായുക. പുരോഹിതൻ പറഞ്ഞു, സമാധാനമായി പോകുവിൻ. നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് ഞങ്ങളെ സംരക്ഷിക്കും. ആ 5 പേർ അവിടെ നിന്ന് പുറപ്പെട്ട് ലായിഷിലെത്തി. സീദോന്യരെ പോലെ സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായ അവിടുത്തെ ജനങ്ങളെ കണ്ടു. അവർക്ക് ഒന്നിനും കുറവില്ലായിരുന്നു. അവർ സമ്പന്നരായിരുന്നു. സീദോന്യരിൽ നിന്ന് അകലെ താമസിക്കുന്ന ഇവർക്ക് ആരുമായും സംസർഗമില്ലായിരുന്നു. സോറായിലും എഷ്താവോലിയിലുമുള്ള സഹോദരന്മാരുടെ അടുത്ത് തിരിച്ചെത്തിയപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ എന്തെല്ലാം? അവർ പറഞ്ഞു, നമുക്ക് പോയി അവരെ ആക്രമിക്കാം. ഞങ്ങൾ ആ സ്ഥലം കണ്ടു. വളരെ ഫലഭൂയിഷ്ഠമായ സ്ഥലം. നിഷ്ക്രിയരായിരിക്കാതെ വേഗം ചെന്ന് ദേശം കൈവശമാക്കുവിൻ. നിങ്ങൾ ചെല്ലുമ്പോൾ ശങ്കയില്ലാത്ത ഒരു ജനത്തെയായിരിക്കും കണ്ടുമുട്ടുക. വളരെ വിശാലമായ, ഒന്നിനും ക്ഷാമമില്ലാത്ത ആ പ്രദേശം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു.